പിണറായി വിജയന്റെ മനസ്സിലൊരു പൊക്കയും മോദി കശക്കി എറിഞ്ഞു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പിണറായി വിജയന്റെ വലങ്കൈ രഹസ്യ സൂക്ഷിപ്പുകാരൻ പിണറായിയുടെ എല്ലാമായ MR അജിത് കുമാറിന് ഇത്തവണയും DGP പദവിയില്ല. ലിസ്റ്റിൽ MR അജിത് കുമാറിന്റെ പേരില്ല. എന്തായിരിക്കും ഇനി പിണറായിയുടെ ഒരു അവസ്ഥ? പുതിയ ലിസ്റ്റ് വന്നു, അതിൽ 3 പേരാണ്. ആ 3 പേർ ഇവരൊക്കെയാണ്: നിതിൻ അഗർവാൾ, IB സ്പെഷ്യൽ ഡയറക്ടർ റവാഡ ചന്ദ്രശേഖർ. ഈ നിതിൻ അഗർവാളില് റോഡ് സേഫ്റ്റി കമ്മീഷണറാണ്. IB സ്പെഷ്യൽ ഡയറക്ടറാണ് റവാഡ ചന്ദ്രശേഖർ. ഫയർഫോഴ്സ് മേധാവി യോഗേഷ് ഗുപ്ത എന്നിവരാണ് പുതിയ പട്ടികയിൽ ഉള്ളത്. ഇവരുടെ ചുരുക്ക പട്ടികയ്ക്ക് അന്തിമ രൂപവുമായി ഇത് പിണറായിയുടെ ടേബിളിൽ എത്തിയിട്ടുണ്ട്. പിണറായി ഇനി അതിൽ ഒപ്പുവെക്കണം, അത്ര മാത്രമേ ഉള്ളൂ. ഒപ്പുവെക്കാതെ ഇരിക്കാനും മുഖ്യന് കഴിയില്ല എന്നുള്ളതാണ്. അപ്പോ അജിത് കുമാർ ഇനി തനിക്കൊപ്പം ഉണ്ടാവില്ല, എന്ത് പറഞ്ഞാലും ചെയ്യുന്ന അജിത് കുമാർ തനിക്ക് ഒപ്പമില്ല എന്നറിയുമ്പോഴുണ്ടാകുന്ന മുഖ്യന്റെ ആ ഒരു ആശങ്കയും പ്രതീക്ഷയില്ലായ്മയും ഒക്കെ എങ്ങനെയായിരിക്കും? അജിത് കുമാറിനെതിരെ വലിയ ആരോപണങ്ങൾ ഉന്നയിക്കപ്പെട്ട സമയത്ത് അദ്ദേഹത്തെ സംരക്ഷിക്കുന്ന സമീപനമാണ് പിണറായി വിജയൻ സ്വീകരിച്ചിരുന്നത്. പാർട്ടിക്കകത്ത് തന്നെ വലിയ ശക്തമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസം ഇക്കാര്യത്തിൽ ഉയർന്നു വന്നിരുന്നു. ഈ നിലമ്പൂർ തെരഞ്ഞെടുപ്പിന് കാരണമായ അൻവറിൻ്റെ രാജിയുടെയും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം അജിത് കുമാർ തന്നെയായിരുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ സമയത്തൊന്നും അജിത് കുമാറിനെ കൈവിടാനായിട്ട് പിണറായി വിജയൻ തയ്യാറായിരുന്നില്ല. ഇതിലേറ്റവും രസകരമായിട്ടുള്ളൊരു കാര്യം, അജിത് കുമാർ എന്നത് BJP നേതാക്കളും RSS നേതാക്കളുമായിട്ട് നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ട് കേരള ഭരണത്തെ തന്നെ RSSനും BJPക്കും അനുകൂലമായിട്ടുള്ള രീതിയിൽ അനുനയപ്പെടുത്തുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് എന്നതായിരുന്നു അജിത് കുമാറിനെതിരെ ഉയർന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം. അൻവറും അതുതന്നെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അതായത് കേരളത്തിലെ പോലീസിനെ RSS വൽക്കരിക്കുന്നു, അതിന് നേതൃത്വം കൊടുക്കുന്നതായ പോലീസ് ഉദ്യോഗസ്ഥനാണ് അജിത് കുമാർ എന്ന. ഇപ്പോൾ എൻ്റെ ഒരു സംശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ കേന്ദ്രത്തിൽ വന്നിരിക്കുന്ന ലിസ്റ്റിൽ അദ്ദേഹത്തിൻ്റെ പേരില്ലാതെ പോയത് എന്തുകൊണ്ട്? കാരണം പിണറായി വിജയൻ ആഗ്രഹിക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ, RSS ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, അതെല്ലാം കൃത്യമായിട്ട് ചെയ്യാൻ കഴിവുള്ള ഒരാൾ എന്ന നിലയ്ക്ക് അജിത് കുമാർ നിൽക്കുകയാണെങ്കിൽ എന്തുകൊണ്ട് RSS നേതൃത്വം അല്ലെങ്കിൽ BJP നേതൃത്വം അജിത് കുമാറിനെ കൈവിട്ടു എന്നൊരു ചോദ്യം ഉയരാവുന്നതാണ്. കാരണം തൃശ്ശൂർ പൂരം കലക്കൽ മുഖ്യ പങ്കാളിയായിരുന്നു ഇദ്ദേഹം. ആ തൃശ്ശൂർ പൂരം കലക്കിയതിൻ്റെ ഫലമായിട്ട് അങ്ങനെയാണ് റിപ്പോർട്ട് വന്നത് അല്ലേ, അന്വേഷണ റിപ്പോർട്ട് വന്ന സമയത്ത് അല്ലേ, ആരെ വിളിച്ചിട്ട് ഫോൺ എടുത്തില്ല, നല്ല ഉറക്കത്തിലായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഇയാൾ അതിന് സഹായകരമായിട്ടുള്ള നിലപാടെടുത്തതെന്നും അത് കലക്കിയെന്നും അങ്ങനെ കലക്കിയതിൻ്റെ ഫലമായിട്ട് അതിൻ്റെ ഗുണം സുരേഷ് ഗോപിക്ക് കിട്ടി എന്നൊക്കെയാണുള്ള ശത്രുക്കൾ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടായിരിക്കണം BJPയും RSSും ഇയാളെ കൈയൊഴിയാൻ കാരണം? അതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. പക്ഷേ അപ്പൊ ഇയാളെ കയ്യിൽ ഇരിപ്പിൽ എന്തോ പ്രശ്നമുണ്ടെന്ന് അവർക്ക് രണ്ടുപേർക്ക് മനസ്സിലായി കാണണം. അതുകൊണ്ടായിരിക്കണം. എന്തായാലും അജിത് കുമാർ കൈയൊഴിയപ്പെട്ടു. അദ്ദേഹത്തെ സംരക്ഷിക്കാനായിട്ട് ഒരു ഹസ്തവും നീണ്ടു ചെന്നില്ല. അൻവർ പറഞ്ഞതുപോലെ തിരുവനന്തപുരത്ത് അദ്ദേഹം നിർമ്മിക്കുന്ന രമ്യ ഹർമ്മ അത് അഴിമതി പണം കൊണ്ടാണോ എന്ന് അൻവർ പൊതുസമൂഹത്തോട് ചോദിച്ചു. പത്രപ്രവർത്തകരൊക്കെ ഇതൊക്കെ എന്ത് ചെയ്തു, പടമെടുത്ത് നാട്ടുകാരെ കാണിച്ചു. പക്ഷേ അതിലൊരു സാധനവും തെളിയിക്കാൻ ആർക്കും കഴിഞ്ഞില്ല. അൻവർ പറഞ്ഞു മോദി കേട്ടു എന്നുള്ള രീതിയിലായിപ്പോയി. അതെ, അതൊരു പുതിയ നിരീക്ഷണമാണ് ശരിക്കും പറഞ്ഞാൽ. അൻവർ പറഞ്ഞത് കേട്ട് അൻവർ മോദിയുടെയും ആളായി മാറുന്നു. അങ്ങനെ എന്ത് ചെയ്യുന്ന വെച്ചാൽ അജിത് കുമാറിനെ ആരും ശിക്ഷിച്ചില്ല, പക്ഷെ മോദി ശിക്ഷിച്ചു. അതെ, അങ്ങനെ സംഭവിച്ചത്. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. കാരണം പിണറായി വിജയന്റെ വിശ്വസ്തനാണ്. പിണറായി വിജയൻ എന്ത് പറഞ്ഞാലും ഏറാൻ മൂളി കേൾക്കുന്ന ഒരാളാണ്. എത്രയൊക്കെ വിമർശനങ്ങൾ വന്നിട്ടും അജിത് കുമാർ പുറത്തു പോയിട്ടില്ല എന്നുള്ളതാണ്. മറ്റത് മാധ്യമങ്ങളുടെ കണ്ണിൽ പൊടിയിടാനാണെങ്കിൽ ഒരു സസ്പെൻഷൻ ആരായാലും കൊടുക്കും. ഇത് വലിയ വിമർശനങ്ങൾ വന്നിട്ട് പോലും ഒരു സസ്പെൻഷൻ പോലും കൊടുക്കാതെ ചേർത്ത് പിടിച്ച്, എനിക്ക് തോന്നുന്നു വീണയ്ക്ക് ശേഷം പിണറായിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആൾ MR അജിത് കുമാർ ആയിരിക്കും. അതിനുശേഷമേ കമല പോലും ഉണ്ടാകൂ എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. അത്രത്തോളം സ്നേഹമായിരുന്നു പിണറായി വിജയന് MR അജിത് കുമാർ എന്ന് പറഞ്ഞാൽ. കാരണം പിണറായി വിജയന്റെ എല്ലാ രഹസ്യങ്ങളും അറിയാവുന്ന ഒരാൾ ഇനി DGP പദം കൊടുത്തില്ല എന്ന് പറഞ്ഞ് ഇദ്ദേഹം ഒരു പത്രസമ്മേളനമൊക്കെ വിളിക്കാൻ സാധ്യത ഉണ്ടോ എന്തോ? അല്ല, അദ്ദേഹത്തിൻ്റെ മുഖഭാവം, നമ്മൾ അദ്ദേഹത്തിൻ്റെ ഒരു ബോഡി ലാംഗ്വേജ് ഒക്കെ പരിശോധിക്കുന്ന സമയത്ത് അതിനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം അങ്ങനെ കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളല്ല അജിത് കുമാർ എന്നാണ് പൊതുവെ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹം ഇക്കാര്യത്തിൽ നിശബ്ദത പാലിക്കാനായിട്ടുള്ള സാധ്യത ഉള്ളത്. എന്തായാലും ഈ വിഷയം കേരളം വളരെ കൂടുതലായിട്ട് ചർച്ച ചെയ്തതാണ്. അങ്ങനെ ചർച്ച ചെയ്തതിൽ
വളരെ വിമർശനാത്മകമായിട്ടുള്ള നിലപാടെടുത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അജിത് കുമാറിൻ്റെ പേര് ഈ ഷോർട്ട് ലിസ്റ്റിൽ ഇല്ലാതിരിക്കുന്നത് ആഹ്ലാദമുണ്ടാക്കുന്ന കാര്യമാണ്. മാധ്യമങ്ങൾക്ക് വരെ ഇനി ചോദ്യം ചെയ്യാനായിട്ടൊന്നുമില്ല. ഇല്ല. അജിത് കുമാർ ആയിരുന്നെങ്കിൽ മാധ്യമങ്ങൾ അത് നന്നായിട്ട് ആഘോഷിക്കുമായിരുന്നു. നോക്കൂ, പിണറായിയുടെ പ്രതീകം ഇതാ ഈ DGP ലിസ്റ്റിലേക്ക് വന്നിരിക്കുന്നു. എത്ര ആരോപണങ്ങളുണ്ടായിരുന്നാണ്. എന്നിട്ട് പോലും അദ്ദേഹത്തെ തള്ളാതെ പിണറായിയും അതുപോലെ മോദിയും ഒരുമിച്ച് ചേർന്ന് അജിത് കുമാറിനെ രക്ഷിച്ചു എന്ന വാർത്തയ്ക്ക് പ്രാധാന്യം ഉണ്ടാകുമായിരുന്നു. പക്ഷെ ഇപ്പം അങ്ങനത്തെ ഒരു വാർത്തയില്ല. മോദി കൃത്യമായിട്ട് അൻവറും മാധ്യമങ്ങളൊക്കെ പറഞ്ഞ കേട്ട് അജിത് കുമാറിനെ പുറത്താക്കി. ഇതിപ്പോ 6 അംഗ പട്ടികയാണ് സംസ്ഥാനം കേന്ദ്രത്തിന് സമർപ്പിച്ചത്. DGP റാങ്കിലുള്ള 4 പേരെ മാത്രമേ പരിഗണിക്കൂ എന്ന് കേന്ദ്രം അറിയിച്ചിരുന്നെങ്കിലും MR അജിത് കുമാറിനെ ഉൾപ്പെടുത്തുന്നതിന് വേണ്ടി ADGP റാങ്കിലുള്ള ഉദ്യോഗസ്ഥരെ കൂടി ഉൾപ്പെടുത്തി സർക്കാർ പട്ടിക തയ്യാറാക്കി കേന്ദ്രത്തിന് അയച്ചു. MR അജിത് കുമാർ ചുരുക്കപ്പട്ടികയിൽ ഉൾപ്പെട്ടിരുന്നെങ്കിൽ സർക്കാർ സംസ്ഥാന പോലീസ് മേധാവി സ്ഥാനത്തേക്ക് പരിഗണിക്കുമെന്നായിരുന്നു റിപ്പോർട്ട്. നിലവിലെ സംസ്ഥാന പോലീസ് മേധാവിയായ ഷേഖ് ദർവേസ് സാഹിബ് ജൂൺ മാസമാണ് വിരമിക്കുന്നത്. അതിനാൽ പുതിയ പോലീസ് മേധാവി സ്ഥാനത്തേക്ക് സർക്കാർ പരിഗണിക്കുന്ന 6 പേരുടെ പട്ടികയാണ് കേന്ദ്ര അനുമതിക്കായി അയച്ചത്. 30 വർഷം സേവനം പൂർത്തിയാക്കിയ IPS ഉദ്യോഗസ്ഥരുടെ പട്ടികയാണ് തയ്യാറാക്കിയത്. ഇതിൽ ആദ്യത്തെ 3 പേരാണ് UPSC ചുരുക്കപ്പട്ടികയിൽ ഉൾപ്പെട്ടത്. MR അജിത് കുമാറിനെതിരെ ആരോപണം ഉന്നയിച്ചുകൊണ്ടായിരുന്നു PV അൻവർ ഇടതുപക്ഷത്ത് നിന്ന് തെറ്റിപ്പിരിയുന്നത്. കവടിയാറിലെ ഫ്ളാറ്റ്, വീട് നിർമ്മാണം, ഫ്ളാറ്റ് വാങ്ങൽ, സ്വർണ്ണക്കടത്ത് അടക്കമുള്ള ആരോപണങ്ങൾ MR അജിത് കുമാറിനെതിരെ PV അൻവർ ഉന്നയിച്ചിരുന്നു. വിഷയത്തിൽ വിജിലൻസ് തിരുവനന്തപുരം യൂണിറ്റ് അന്വേഷണം നടത്തിയെങ്കിൽ അജിത് കുമാറിന് ക്ലീൻ ചിറ്റ് നൽകിയിരുന്നു. തൃശൂർ പൂരം അലങ്കോലമായ സംഭവത്തിൽ MR അജിത് കുമാർ അന്വേഷണം നേരിട്ടിരുന്നു. സംസ്ഥാന പോലീസ് മേധാവി ഷെയ്ഖ് ദർവേഷ് ഷാഗ് നടത്തിയ വകുപ്പുതല അന്വേഷണത്തിൽ പൂരം അലങ്കോലമാക്കിയതിൽ അജിത് കുമാറിന് ഗുരുതര വീഴ്ചയുണ്ട് എന്ന റിപ്പോർട്ടുണ്ടായിരുന്നു. ആരോപണങ്ങൾ ഉയർന്നിട്ടും MR അജിത് കുമാറിനെ DGP പട്ടികയിൽ ഉൾപ്പെടുത്തിയ സർക്കാർ തീരുമാനം വൻതോതിൽ വിമർശനങ്ങൾക്കിടയായിരിക്കുന്നു. അതായത് നിലവിലെ DGP പറഞ്ഞു പൂരം കലക്കിയതിൽ ഇയാൾക്ക് പങ്കുണ്ടെന്ന്. പക്ഷെ അതുപോലും കണക്കിലെടുക്കാതെ 6 പേരുടെ പട്ടികയിൽ ഇയാളെയും കൂടെ തിരികെ കയറ്റി, MR അജിത് കുമാറിനെയും കൂടെ തിരികെ കയറ്റി അയച്ചു. പക്ഷെ അവിടെ എനിക്ക് തോന്നുന്നു കേന്ദ്രത്തിൽ അൻവറിന് നല്ല പിടിപാടുണ്ടെന്ന് തോന്നുന്നു. എന്തായാലും പിണറായി വിജയൻ ഒരു തരത്തിൽ രക്ഷിച്ചിരിക്കുകയാണ് കേന്ദ്ര ലിസ്റ്റ്. അതെ. കാരണം ഈ അജിത് കുമാർ DGP സ്ഥാനത്തേക്ക് വന്നിരുന്നെങ്കിൽ വീണ്ടും പിണറായി വിജയനെതിരെയുള്ള വിമർശനം എത്രയോ രൂക്ഷവും ശക്തവുമായിട്ട് തുടരാൻ സാധ്യതയുണ്ടായിരുന്നു. ആ അധ്യായം യഥാർത്ഥത്തിൽ അവസാനിച്ചു. എനിക്ക് തോന്നുന്നത് ഇതിലും ഈ അന്തർധാര ഉണ്ടാ എന്ന് സംശയിക്കാൻ വേണ്ടി മോദി എന്നും നാളെ വേണമെങ്കിൽ വ്യാഖ്യാനങ്ങൾ വരാലോ. നിങ്ങൾ ഇനിയും കിടന്ന് ഇതിന്റെ പേരിൽ ഞാൻ രക്ഷിക്കാം. അതായത് പിണറായിക്ക് ഇതിനകത്തൊരു ഗുണം കിട്ടി. അജിത് കുമാറിനെ ഒരു കാര്യം ബോധ്യപ്പെടുത്തി, നിന്നെ ഞാൻ വിടുന്നില്ല. അതെ, എൻ്റെ ശവമെടുപ്പ് നടന്നാലും നിന്നെ ഞാൻ രക്ഷിക്കും എന്ന് പറഞ്ഞു. അത്രമാത്രം അജിത് കുമാറിനൊപ്പം നിന്നതാണ് പിണറായി എന്ന് ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞു. എൻ്റെ കുറ്റം കൊണ്ടല്ല നീ പുറത്തായത്. ഇതിപ്പോ ഭാരതപ്പത്തായ സിനിമയുടെ ഡയലോഗ് ഉണ്ട്. പക്ഷേ ആശാന്റെ കാല് തല്ലി അടിച്ച ഗോപാലകൃഷ്ണനോട് ആശാൻ ക്ഷമിച്ചിരിക്കുന്നു. അതുപോലെ പിണറായി വിജയന്റെ വിശ്വസ്തരായ അജിത് കുമാറിനോട് മോദി ക്ഷമിച്ചിരിക്കുന്നു. അദ്ദേഹത്തെ പുറത്തു നിർത്തിയിട്ടുണ്ട് അല്ലേ? ശരി.